Hello guys, welcome back. ഈ വീഡിയോയിൽ നമ്മളൊരു API റൗട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് എങ്ങനെ ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റാസ് ഫെച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളൊരു റൗട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ റൗട്ട് ഞാൻ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് ഒരു സിംഗിൾ റൗട്ട് വെച്ചിട്ട് നമുക്കിത് മോഡിഫൈ ചെയ്ത് നമ്മുടെ ഡാറ്റ ഫെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡാറ്റയാണ്. data.json എന്നൊരു JSON ഒബ്ജക്റ്റ്. ഇതെങ്ങനെ നമുക്ക് ഫെച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് പാത്ത് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് കോൺസ്റ്റ് പാത്ത് ഈക്വൽ ടു റിക്വയർ പാത്ത്. ഓക്കെ, ഇനി കോൺസ്റ്റ് fs ഈക്വൽ ടു റിക്വയർ fs. നമ്മൾക്ക് ഈ ലോജിക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് പുതിയൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് ഗെറ്റ് ടു ഡു എന്നാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു പേരിട്ടൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു ആരോ ഫങ്ഷൻ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഫയൽ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കോൺസ്റ്റ് ഫയൽ പാത്ത് ഈക്വൽ ടു പാത്ത് ഡോട്ട് ജോയിൻ, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഡയറക്ടറി നെയിം, നമ്മൾ കറൻ്റ് നിൽക്കുന്ന ഡയറക്ടറിയുടെ നെയിം, എന്നിട്ട് കോമ ആ ഫയലിൻ്റെ പേര്. അതൊരു സ്ട്രിങ്ങിനകത്തായിട്ട് കൊടുക്കണം. data.json, അതല്ല നമ്മുടെ ഫയലിൻ്റെ പേര്. കറക്റ്റായിട്ടുള്ള പേര് പാസ് ചെയ്ത് കൊടുക്കണം. ഇനി കോൺസ്റ്റ് ഡാറ്റ ഈക്വൽ ടു fs ഡോട്ട്, ഇതിനകത്ത് റീഡ് ഫയൽ സിങ്ക് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് ബ്രാക്കറ്റിനകത്തായിട്ട് നമ്മുടെ ഫയൽ പാത്ത് കൊടുക്കുക. നമ്മൾ ഏത് ഫയലിനാണോ റീഡ് ചെയ്യാൻ പോകുന്നത് അത്. എന്നിട്ട് കോമ UTF-8 എന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അത് ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. അത് കറക്റ്റായിട്ട് നമ്മളുടെ ഡാറ്റ റീഡ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി റിട്ടേൺ ഡാറ്റ. നമുക്ക് കിട്ടുന്ന ഈ ഡാറ്റാസ് നമുക്ക് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി നമ്മളുടെ റൗട്ടിനകത്ത് ഈ ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഡാറ്റാസ് എന്ന് പറയുന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്യാണ്. ഡാറ്റാസ് ഈക്വൽ ടു ഗെറ്റ് ടു ഡു ബ്രാക്കറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഡാറ്റാസ് എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്കാവും. നമുക്ക് നോഡ് മോഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആപ്പ് റൺ ആവുന്നുണ്ട്. നമ്മളുടെ ആ റൗട്ടിലേക്ക് പോയി നോക്കാം. ഓക്കെ, അതൊരു ടെക്സ്റ്റായിട്ടാണ് വരുന്നത്. നമുക്ക് വേണ്ടത് ഒരു JSON ഫോർമാറ്റാണ്. ബിക്കോസ് ടെക്സ്റ്റ് നമ്മുടെ ഡാറ്റ ഹാൻഡ്ലിങ്ങിന് പറ്റിയതല്ല. അതിനായിട്ട് ഞാനിവിടെ ഡാറ്റയ്ക്ക് ഫ്രണ്ടിലായിട്ട് JSON ഡോട്ട് പാർസ്, എന്നിട്ട് ഡാറ്റ. ഇത് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു JSON ഡാറ്റ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റിൻ്റെയും JSONൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് പോസ്റ്റ്മാൻ API ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിനായിട്ട് ഗൂഗിളിൽ ഞാൻ പോസ്റ്റ്മാൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ പോസ്റ്റ്മാൻ API പ്ലാറ്റ്ഫോം കാണാം. അതിൽ കയറിയിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് നിങ്ങളുടെ ഏതാണോ ഡിവൈസ് അതിനനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇത് നമ്മളുടെ API കോൾസിനും പിന്നെ ഒരുപാട് ടെസ്റ്റിങ്ങിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ഫ്രണ്ട് എൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് APIs എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾക്കൊരു URL കൊടുക്കാനുള്ളൊരു ഫീൽഡുണ്ട്. പിന്നെ ഗെറ്റ് പോസ്റ്റ് പുട്ട് എന്ന് പറഞ്ഞുള്ള മെത്തേഡ്സും. നമ്മളുടെ URL ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗെറ്റ് മെത്തേഡല്ലേ, സെൻഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ട് വരുന്നുണ്ട്. ഇതൊരു JSON ഡാറ്റ ആയിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് നേരത്തെ ടെക്സ്റ്റല്ലേ റിട്ടേൺ ചെയ്തേ, ഡാറ്റ എന്ന് മാത്രം പാസ് ചെയ്യുമ്പോൾ അതൊന്ന് നോക്കി നോക്കാം. ഇനി സെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, JSON പാർസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ നമ്മൾ റിയൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇനി ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മളിത് കുറേ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ തന്നെ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.